കണ്ണൂരിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. ഒന്നും രണ്ടുമല്ല 11 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇന്നലെ നഗരത്തിലുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ 56 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ ആശങ്ക വിതയ്ക്കുകയാണോ ഈ തെരുവുനായയുടെ ആക്രമണം? ഇന്നലെ 52 പേരെ കഴിച്ച ഒരു നായ പിന്നീട് ചത്തു എന്ന വാർത്ത വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും വേറെ നായ 11 പേരെ കടിച്ചുവെന്നാണോ പറയുന്നത്? എന്താണ് സംഭവിക്കുന്നത് അവിടെ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, വലിയ ആശങ്കയാണ് കണ്ണൂരിൽ പടരുന്നത് ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്നലെ 56 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെയാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. ഇന്നലെ ഈ പറയുന്ന 56 പേരെ കടിച്ച തെരുവുനായ പിന്നീട് ചത്ത വാർത്തയും വന്നിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ പുലർച്ചയോടുകൂടിയാണ് 11 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു എന്നുള്ള കാര്യം വരുന്നത്. അവരിപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയ രീതിയിൽ കണ്ണൂരും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ തെരുവുനായയുടെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. ഈ തെരുവുനായയുടെ കടിയേറ്റ ആൾക്കാരാണെന്ന് തോന്നുന്നു അവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറാമാൻ ലിമേഷ് അവർക്കൊപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം നമുക്ക്. ആൾക്ക് അടിച്ച് പറിച്ചേനെ, കുടയനെ കൊണ്ട് അടിച്ചില്ലെങ്കിൽ അടിച്ച് പറിച്ചേനെ. കാരണം അപ്പോൾ തന്നെ അവർ ഓട്ടോയിൽ കയറിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഇവിടെ വന്നു. ഇതെൻ്റെ കൂട്ടുകാരനാണ്. ആ കാലിന് നല്ല പല്ല് നല്ലോണം തറച്ചു. അങ്ങനെയാണ് ഞാൻ കുടയനെ കൊണ്ട് അടിച്ചുകൊണ്ടാണ് നായി പിടുത്തം വിട്ടത്, ഈ സൈഡിൽ അടിച്ചുകൊണ്ട്. അല്ലെങ്കിൽ കടിച്ചിട്ട് ഈ മസിൽ കംപ്ലീറ്റ് കടിച്ച് പറിച്ചാളും ഞാൻ. പറക്കൽ മാത്രമല്ല എന്ന് വെച്ചാൽ ഏകദേശം തീർക്കും. അങ്ങനെ ഒരു ശൗര്യാന്ന് അതിനെ കാണുന്ന നായിക്ക്. കാരണം എൻ്റെതാ ഏത് ഇന്നലെ ഞാൻ 11-12 മണിക്കൊക്കെ ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയുന്നൊക്കെ പാസഞ്ചറൊക്കെ പറയുന്നത് കേട്ടിനി. പക്ഷേ അത് പിന്നെ അത്ര കാര്യമാക്കിയിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു പ്രതീക്ഷ ഞാൻ ഉണ്ടായിരുന്നില്ല. കാരണം ആ നായിനെ ആരെങ്കിലും കൊല്ലോ. അപ്പോൾ ഡ്രൈവർമാർ രാവിലെ എന്നെ കടിച്ചുകൊണ്ട് കുറേ ഡ്രൈവർ പറഞ്ഞ് ഇതിനിടെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, അതിനെ നമ്മൾ നോക്കിക്കോളാന്ന് പറഞ്ഞത്. അർജുൻ കല്യാട്, അവർ പറയുന്നത് ശൗര്യമുള്ള നായയായിരുന്നു എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കുറേ പേരെ കടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് വല്ല പേയങ്ങാനും ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം അർജുൻ കല്യാട്? പരിശോധന വല്ലതും നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഈ കടിച്ച നായയ്ക്ക് പേവിഷബാധയുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇനി പരിശോധന കടക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും വ്യാപകമായ രീതിയിലുള്ള തെരുവുനായ ആക്രമണം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഏതൊക്കെ നായകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്, ഏതൊക്കെ നായയാണ് കടിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷനിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അധികൃതരോടും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. കോർപ്പറേഷൻ പറയേണ്ടത് ജില്ലാ പഞ്ചായത്താണ്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. ജില്ലാ പഞ്ചായത്ത് പറയുന്നത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണ് തുടങ്ങിയിട്ടുള്ള പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധികൃതർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ട്. കണ്ണൂർ നഗരത്തിൽ വലിയ രീതിയിൽ ഈ ഹോട്ടൽ മാലിന്യം ഉൾപ്പെടെ പലയിടങ്ങളിലും ഉപേക്ഷിക്കുന്നതൊക്കെ വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ തെരുവ് നായകൾക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷണം കിട്ടുന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരുവ് നായ പെറ്റുപെരുകയാണ്. APC കേന്ദ്രങ്ങൾ പലയിടങ്ങളിലുമില്ല. കണ്ണൂർ ജില്ലയിൽ ആകെ, അതായത് ജില്ലയിലൊട്ടാകെ എല്ലാ പഞ്ചായത്തുകൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു APC കേന്ദ്രമാണ്. നേരത്തെ അത് 2-3 APC കേന്ദ്രങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ APC കേന്ദ്രമുള്ള സ്ഥലത്ത്, അത് പടിയൂർ ഗ്രാമപഞ്ചായത്തിലാണ്. പടിയൂർ ഗ്രാമപഞ്ചായത്തിലുള്ള സ്ഥലത്തും വലിയ രീതിയിൽ ആക്ഷേപം ഉണ്ടാവുകയാണ്. കാരണം ഈ APC കേന്ദ്രത്തിന് വേണ്ടി അവിടത്തേക്ക് പിടിച്ചുകൊണ്ടുവരുന്ന തെരുവ് നായകളെ വന്ധ്യംകരണം നടത്തിയതിന് ശേഷം പിന്നീട് അല്ലെങ്കിൽ അവിടെ നിന്നും ചാടിപ്പോകുന്ന നായകളൊക്കെ ആ നാട്ടിൽ പെറ്റുപെരുകുന്നു തുടങ്ങിയിട്ടുള്ള വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി മാറുകയാണ്. കണ്ണൂർ നഗരത്തിൽ ഇന്ന് മാത്രം കടിയേറ്റത് 11 പേർക്കാണ്. ഇന്നലെ 56 പേർക്ക് കടിയേറ്റു. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 67ഓളം പേർക്കാണ് ഈ 2 ദിവസത്തിനിടയിൽ കണ്ണൂർ നഗരത്തിലെ കണക്ക് മാത്രമാണ്. ആ കണ്ണൂർ നഗരത്തിൽ മാത്രം തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. കണ്ണൂർ ജില്ലയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിലും വലുതായിരിക്കുമെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം മറ്റു ചില പഞ്ചായത്തുകളിലുമൊക്കെ ഇത്തരം തെരുവുനായ ശല്യം ഒരു നിരന്തര സംഭവമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിനകത്ത് ഒരു പരിഹാരം
പരിഹാരമുണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഒരു കാരണവശാലും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെയാണ് കഴിഞ്ഞ ഒരു 2-3 മാസം മുൻപ് കണ്ണൂർ തന്നെയുള്ള അഞ്ചരക്കണ്ടി ഭാഗത്ത് ഒരു തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് അരുൺ ഓർമ്മയുണ്ടാവും. ഒരു ചെറിയ കുഞ്ഞിനെയൊക്കെ അവരുടെ കയ്യിലും കണ്ണിലുമൊക്കെ കടിച്ചു പരിക്കേൽപ്പിച്ച സംഭവം. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നിത്യസംഭവമായി മാറുന്നു. അധികാരികൾക്ക് ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് വലിയ ആശങ്കയായി മാറുന്നത്, ആശ്ചര്യപ്പെടുത്തുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ അർജുൻ, അത് വലിയ ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്നലെ മാത്രം 56 പേരെയാണ് ഒരു നായ കടിച്ചത്. എന്നിട്ട് ആ നായ ചത്തു. അതിന് ആ നായയ്ക്ക് പേവിഷബാധയുണ്ടെങ്കിൽ 56 പേർക്കും അത് പിടിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരിൽ പലരുടെയും ഞരമ്പിലേക്കൊക്കെയാണ് കടിയേറ്റതെങ്കിൽ വാക്സിൻ പോലും ഫലിക്കുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. വല്ലാതെ നായ പെരുകുന്ന ഒരു കാലമാണ്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾ കയ്യിലൊരു വടിയൊക്കെ കരുതുന്നത് നന്നായിരിക്കും. അത്യാവശ്യം വെളിച്ചമുള്ള ഇടങ്ങളിലൂടെ മാത്രം നിങ്ങൾ നടക്കുക. തെരുവുനായ ശല്യം രൂക്ഷമാവുന്നൊരു സാഹചര്യമുണ്ട്. അതാണ് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് 11 പേരെയാണ് നായ കഴിച്ചത്. ആ ചേട്ടൻ പറഞ്ഞു കണ്ടില്ലേ, ശൗര്യമായിരുന്നു, പിടിച്ചിട്ട് അങ്ങോട്ട് കടി വിടുന്നില്ലെന്നേ. ആ രീതിയിലാണ് നായ കയറി പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിന് വല്ല പേശല്യമൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും.